മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിത ഏതാണ്? ഉത്തരം എന്റെ ഗുരുനാഥൻ. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു? ഉത്തരം മംഗൽ പാണ്ഡെ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതായിരുന്നു? ഉത്തരം വാർത്താ പദ്ധതി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം മഹാത്മാഗാന്ധി. ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് അത് എന്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടൻ? ഉത്തരം ബെൻ കിങ്സ്ലി. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇത് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ദണ്ഡി യാത്ര തുടങ്ങും മുൻപ്. മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയം എന്തായിരുന്നു? ഉത്തരം ഭിന്നിപ്പിച്ച് ഭരിക്കുക. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ജോൺ റസ്കിൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഏത് യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷ് അധീനതയിലായത്? ഉത്തരം മൂന്നാം മൈസൂർ യുദ്ധം. എവിടെ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽകൃതമായത്? ഉത്തരം ധാക്ക. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ? ഉത്തരം മഹാത്മാഗാന്ധി. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഭരണാധികാരി? ഉത്തരം ഹൈദരാബാദ് നൈസാം. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കോൺവാലിസ്. 1857 ഒളിപ്പോർ സമ്പ്രദായങ്ങളിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട ധീര നേതാവ് ആരാണ്? ഉത്തരം താന്തിയ തോപ്പി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ആനി ബസന്റ് സ്ഥാപിച്ച സംഘടന? ഉത്തരം ബ്രഹ്മവിദ്യാ സംഘം. ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലമായിരുന്നു. ഏത് വർഷമായിരുന്നു ആ വിളംബരം? ഉത്തരം 1858. ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം? ഉത്തരം 1911. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. സേവാഗ്രാം ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷമാണ് നടന്നത്? ഉത്തരം 1931. 1931 സിവിൽ ആജ്ഞാ ലംഘന പ്രക്ഷോഭണം പിൻവലിക്കപ്പെട്ടത് ഏത് സന്ധി അനുസരിച്ചായിരുന്നു? ഉത്തരം ഗാന്ധി ഇർവിൻ സന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന സംഭവ വികാസമായിരുന്നു അത്.
ഏതാണ് ആ സംഭവം? ഉത്തരം മാപ്പിള ലഹള. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിസ്ഥാനമിട്ടത് എവിടെയാണ്? ഉത്തരം ബംഗാളിൽ. ആരാണ് മഹാത്മജിയെ 1948 ജനുവരി 30 വെടിവെച്ച് കൊന്നത്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. മഹാത്മജി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി. 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം? ഉത്തരം ഗുജറാത്തിലെ കത്തിയവാറിലെ പോർബന്ദർ എന്ന സ്ഥലത്ത്. ലണ്ടനിൽ വെച്ച് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് 3 സമ്മേളനങ്ങൾ നടന്നു. ഏത് പേരിലാണ് അവ അറിയപ്പെടുന്നത്? ഉത്തരം വട്ടമേശ സമ്മേളനങ്ങൾ. 1-ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1930. 2-ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1931. 3-ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1932. ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1919. ബ്രിട്ടീഷ് ഗവൺമെന്റിന് വിചാരണ കൂടാതെ ജനങ്ങളെ തടവിലാക്കുന്നതിനുള്ള അധികാരം കിട്ടിയത് ഏത് ആക്ട് പ്രകാരമായിരുന്നു? ഉത്തരം റൗലറ്റ് ആക്ട്. ലാഹോർ ഗൂഢാലോചന കേസ് കുറ്റം ചുമത്തി ധീരദേശാഭിമാനിയായ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്ന വർഷം? ഉത്തരം 1928. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം? ഉത്തരം 1946. 1942 ഇന്ത്യൻ നേതാക്കളോട് ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ആരാണ് ഇന്ത്യ സന്ദർശിച്ചത്? ഉത്തരം സർ സ്റ്റാഫോർഡ് ക്രേബ്. വിദേശ വസ്ത്ര ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ഉത്തരം സ്വദേശി പ്രസ്ഥാനം. ഏത് വർഷമാണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത്? ഉത്തരം 1905. ഹോം റൂൾ പ്രസ്ഥാനം ഏത് വർഷത്തിലായിരുന്നു? ഉത്തരം 1916. ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം സി രാജഗോപാലാചാരി. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട വർഷം? ഉത്തരം 1929. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1917. ബീഹാറിൽ 1917 ഗാന്ധിജി തന്റെ സത്യാഗ്രഹ സമരമുറ നീലത്തോട്ടങ്ങളുടെ ഉടമകളായ യൂറോപ്യന്മാർക്കെതിരെ വിജയകരമായി പരീക്ഷിച്ചു. ഏതായിരുന്നു ആ സമരം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. 1922 ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ ആക്രമിച്ച് 22 പോലീസുകാരെ വധിച്ചു. ഏതാണ് ആ സംഭവം? ഉത്തരം ചൗരി ചൗര സംഭവം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന സൈനിക മേധാവി ജനറൽ ഡയറെ വർഷങ്ങൾക്കു ശേഷം വധിച്ചത് ആരാണ്? ഉത്തരം ഉത്തം സിംഗ്. ബ്രിട്ടീഷുകാരുടെ ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 19 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ എത്തിയത്? ഉത്തരം റൗലറ്റ് ആക്ടിനെതിരെ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ്?
ഉത്തരം വീർ സവർക്കർ. ശിപായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധിജി. സവർക്കർ അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ച വർഷം? ഉത്തരം 1904. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യ ഡിവൈഡഡ് എഴുതിയത് ആരാണ്? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ? ഉത്തരം ലാലാ ലജ്പത് റായ്. ഉയർന്ന സിവിൽ തസ്തികകളിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിച്ച പരിഷ്കാരം? ഉത്തരം മിന്റോ മോർലി പരിഷ്കാരം. 1857 നടന്ന ആദ്യ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? ഉത്തരം മംഗൾ പാണ്ഡെ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം? ഉത്തരം 1867. മഹാദേവ ഗോവിന്ദ റാനഡെയും രാമകൃഷ്ണ ഭണ്ഡാർക്കറും ചേർന്ന് മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച പ്രസ്ഥാനം? ഉത്തരം പ്രാർത്ഥനാ സമാജം. ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദയാനന്ദ സരസ്വതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ സ്ഥാനം ഉപേക്ഷിച്ച ഇന്ത്യൻ സാഹിത്യകാരൻ? ഉത്തരം ടാഗോർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു? ഉത്തരം CR ദാസ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഭഗത് സിംഗ്. ഏത് വർഷമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത്? ഉത്തരം 1875. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം? ഉത്തരം ഡൽഹി. അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യം നിശ്ചയിച്ച പേര് എന്തായിരുന്നു? ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം? ഉത്തരം 9. 1933 ഹരിജൻ വാരിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധിജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാബ ആംതെ. ബാല്യകാലത്ത് ഏത് ഇതിഹാസ കഥാപാത്രമാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? ഉത്തരം രാജ ഹരിശ്ചന്ദ്ര. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന മഹാദേവ് ദേശായി അന്തരിച്ച വർഷം? ഉത്തരം 1942. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം? ഉത്തരം 72. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ? ഉത്തരം ആത്മചരൺ അഗർവാൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേരാണ് ലണ്ടൻ കമ്പനി. ഈ കമ്പനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ് അത്?
ഉത്തരം ജോൺ കമ്പനി. ബംഗാൾ ക്ഷാമം ഉണ്ടായ വർഷം. ഉത്തരം 1770. പ്ലാസി യുദ്ധം നടന്ന വർഷം. ഉത്തരം 1757. 1757 പ്ലാസി യുദ്ധം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് നടന്നത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം. ഉത്തരം 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. കൽക്കട്ട, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച വൈസ്രോയി. ഉത്തരം കാനിങ് പ്രഭു. മേയോ പ്രഭുവിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ മേയോ കോളേജ് സ്ഥാപിച്ച സ്ഥലം. ഉത്തരം അജ്മീർ. 1857 സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഗവർണർ ജനറൽ സ്ഥാനത്തിന് പകരം വന്ന സ്ഥാനം. ഉത്തരം വൈസ്രോയി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വഹാബികൾ നടത്തിയ കലാപം അമർച്ച ചെയ്തത് ആരാണ്? ഉത്തരം എൽജിൻ പ്രഭു ഒന്നാമൻ. 1906 സലീമുള്ള ഖാനും മൊഹസിൻ ഉൽ ഹക്കും അഗാ ഖാനും ചേർന്ന് ധാക്കയിൽ വെച്ച് രൂപീകരിച്ച പാർട്ടി. ഉത്തരം മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1905 ഒക്ടോബർ 16. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ആധുനിക മനു എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. എത്ര ദിവസമാണ് ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്കെടുത്തത്? ഉത്തരം 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം. ഉത്തരം ബദറുദ്ദീൻ ത്യാബ്ജി. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം ടി പ്രകാശം. മുസ്ലിം ലീഗ് 1906 സ്ഥാപിതമായപ്പോൾ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആഗാ ഖാൻ. ബ്രിട്ടീഷുകാരോടുള്ള സൗഹൃദം സൂചിപ്പിക്കാനായി ദോസ്തി ലണ്ടൻ എന്ന നാണയത്തിൽ ആലേഖനം ചെയ്ത നാട്ടുരാജ്യം. ഉത്തരം മേവാർ. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി.